നമ്മൾ 60 ലക്ഷത്തിൻ്റെ വീടുണ്ടാക്കും. 60 ലക്ഷത്തിൻ്റെ വീട്, 60 ലക്ഷത്തിൻ്റെ വീട്ടിൽ 6 ലക്ഷത്തിൻ്റെ അറ്റാച്ച്മെൻറ്റ് ബാത്റൂം, 6 ലക്ഷത്തിൻ്റെ അറ്റാച്ച് ബാത്റൂമിൽ ഒരു 60,000ത്തിൻ്റെ അൾട്രേറ്റിംഗ് വർക്ക് അങ്ങനെ ചെയ്യും. എന്നിട്ടൊരു 6,000 രൂപയുടെ അനക്സിൻ്റെ ഡോറ്, ഒരു 600 രൂപയുടെ ഡോർ മാറ്റ്, എന്നിട്ടോ 60 രൂപയുടെ ചെരുപ്പ് വാങ്ങിക്കൊടുക്കാൻ, നമ്മുടെ കുട്ടികൾക്ക് ഒരു 60 രൂപയുടെ ചെരുപ്പ് വാങ്ങിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഈ കുട്ടികൾ എവിടെ നിന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം ഈ കുട്ടികളിൽ നിന്ന് കിട്ടുക? നമ്മൾ നല്ലൊരു ചെടി വാങ്ങിയിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് അതങ്ങ് തിരിഞ്ഞു നോക്കാതെ പോയി കഴിഞ്ഞാൽ അതങ്ങ് ഉണങ്ങിപ്പോകൂലേ? അതിനക്ക് വേണ്ട വെള്ളവും വളവും നമ്മൾ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഉദ്ദേശിച്ച ഫലം കിട്ടുന്നത്. ഇതുപോലെ നമ്മുടെ കുട്ടികളെ ഉസ്താദുമാർ മദ്രസയിൽ നിന്ന് ഓരോ സുന്നത്തും പഠിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യിപ്പിച്ച് വീട്ടിലേക്ക് വിടും. വീട്ടിലോട്ടോ ഇത്രമാത്രം 10-60 ലക്ഷം ചിലവാക്കിയിട്ട് കേവലം ഒരു 60 രൂപയുടെ തൊപ്പി പോലും വാങ്ങിക്കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഒരു 60 രൂപയുടെ ചെരുപ്പ് വാങ്ങിക്കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല. മോനെ ഏത് കാലെടുത്താ നീ കയറിയത്, ഏത് കാലെടുത്താ തിരിച്ചു വന്നതെന്ന് നമ്മൾ ചോദിക്കാറില്ല. നമ്മുടെ എല്ലാം മദ്രസകളിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്ന ഒരു 100 മസ്അലയിൽ നിന്ന് 10 എണ്ണം നമ്മളൊന്ന് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മളൊന്ന് ഉത്സാഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മൾ എന്ത് ഫലമാണോ ഉദ്ദേശിക്കുന്നത് ആ ഫലം നമ്മളെ കൊണ്ട് കൊയ്തെടുക്കാൻ കഴിയും.